തഹാവൂർ റാണ എന്ന മുംബൈ സ്ഫോടനത്തിൻ്റെ സൂത്രധാരനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വലിയ ആഘോഷമാണ് മാധ്യമങ്ങളിൽ. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് പട്ടാളക്കാർ, ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞ് തള്ളി മറിക്കുകയാണ്. എനിക്കിവരോടൊന്നും ഒരു ബഹുമാനക്കുറവില്ല കേട്ടോ, അവരൊക്കെ പറയുന്നത് സത്യമാണ്. ബട്ട് അതിൽ കവിഞ്ഞ ചില സത്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ നിരാശപ്പെടുത്തുന്നതിൽ എനിക്ക് വല്ലാത്ത ഖേദമുണ്ട് എന്ന് ആദ്യം തന്നെ അറിയിക്കട്ടെ. ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇപ്പോഴിരിക്കുന്ന സുപ്രീം കോടതിയുടെ മൊത്തം ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ഞാൻ എൻ്റെ നിഗമനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നത്. ഇന്നിപ്പോൾ തഹാവൂർ റാണയെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളേക്കകം ഡൽഹിയിലെ NIA കോടതിയിൽ ഹാജരാക്കി NIA കസ്റ്റഡിയിൽ വാങ്ങും. ശനി ഞായർ 2 ദിവസം അങ്ങനെ അങ്ങ് പോയി. തിങ്കളാഴ്ച രാവിലെ തഹാവൂർ റാണയുടെ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി വരും. വമ്പൻ വക്കീലന്മാരായിരിക്കും ഹാജരാകുന്നത്. FIR റദ്ദാക്കണം എന്നുള്ളത് മെയിൻ ആവശ്യം. ഇൻറ്ററിം റിലീഫായിട്ട് തഹാവൂർ റാണയ്ക്ക് ജാമ്യം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജി മൂവ് ചെയ്യുന്നത് മിക്കവാറും കപിൽ സിബലായിരിക്കും. അഭിഷേക് മനു സിംഗ്വി, രാജീവ് ധവാൻ, വൃന്ദ ഗ്രോവർ, പ്രശാന്ത് ഭൂഷൻ്റെ ഒരു സെപ്പറേറ്റ് ഹർജി, അദ്ദേഹത്തിൻ്റെ കോമൺ കോസ് എന്ന സംഘടന, അദ്ദേഹത്തിന് 136 സംഘടനകളുണ്ട്, അതിലേതെങ്കിലും ഒരു സംഘടന. ഇതുകൂടാതെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, അവർക്ക് വേണ്ടിയിട്ടും മുസ്ലിം വക്കീലന്മാർ ഹാജരാകും. അസദുദ്ദീൻ ഒവൈസിയുടെ പ്രസ്താവന മിക്കവാറും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് തീപാറുന്ന പ്രസ്താവനകളാണ്. ഇത് മുസ്ലിങ്ങളുടെ നേർക്കുള്ള ആക്രമണമാണ്. ഇതിന് മുംബൈ ആക്രമണമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മുസ്ലിങ്ങളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും ചേർന്നുള്ള കളിയാണ്. അല്ലെങ്കിൽ ജോ ബൈഡൻ്റെ കാലത്ത് എന്തുകൊണ്ട് ഇയാളെ അമേരിക്ക കൈമാറിയില്ല? പ്രശ്നം സുപ്രീം കോടതിയിലെത്തും. സുപ്രീം കോടതി ആദ്യമേ പറയും, ഇയാൾ 2011 മുതൽ അമേരിക്കയിലെ ജയിലിലായിരുന്നു. അപ്പോൾ ഒരു 10-13 വർഷം അയാൾ ജയിലിലായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ഇയാൾ കുറ്റക്കാരനെന്ന് വെച്ചാൽ മാക്സിമം ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ 14 വർഷമാണ്. അതിനകത്ത് 13 വർഷം അയാൾ അമേരിക്കയിൽ ജയിലിൽ കിടന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ വന്നും പോയി 1 വർഷമല്ലേ ഇയാളെ ജയിലിലിടാൻ പറ്റുള്ളൂ. ശിക്ഷകൾ പൊതുവെ ഇന്ത്യൻ കോടതികളിൽ കൺകറൻ്റാണ്, കൺസിക്യൂട്ടീവ് അല്ല. ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞിട്ട് കോടതികൾ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും 14 28 വർഷമെങ്കിലും ഇവൻ ജയിലിൽ കിടക്കുമെന്ന്. ഇല്ല, ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ട് അതിന് താഴെ എഴുതും 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 14 വർഷം മതിയെന്ന്. പിന്നെ എന്താ ഇരട്ട ജീവപര്യന്തത്തിൻ്റെ ആവശ്യം? അത് അങ്ങനെയാണ്. അതിന് ഈ കുറ്റത്തിന് ഈ ശിക്ഷ, ഈ കുറ്റത്തിന് ഈ ശിക്ഷ, 2 ശിക്ഷയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഇത്ര വർഷം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ ദിവസവും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തഹാവൂർ റാണയെ പരിഗണിക്കും എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ പരിഗണിക്കില്ല കോടതി. അപ്പോൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് വാദിക്കും. ഇയാളാണ് മാസ്റ്റർ മൈൻഡ്. കോടതി ശാസിക്കും, ഇവിടെ കിടന്നും വാചാടോ പാടിക്കരുത്. വി ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു യുവർ പോണ്ടിഫിക്കേഷൻസ് ഹിയർ. യു കം ടു ദ പോയിൻറ്റ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വിയിലെല്ലാം ഫ്ലാഷ് വരും. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ശകാരിച്ചു, വാചാടോപം നിർത്തണം എന്നാവശ്യപ്പെട്ടു. ഡിം 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 എന്ന് പറഞ്ഞിട്ട് മോദിക്ക് വൻ തിരിച്ചടി, അമിത്ഷാ ബോധം കെട്ട് വീണു, ഇങ്ങനെയൊക്കെയുള്ള ഹെഡ്ലൈൻസ് വിയിൽ വരും. കോടതി ഇത് ചെയ്യും. കോടതി ആദ്യം പറയാൻ പോകുന്നത്, ഇയാളെ 3 കുറ്റത്തിനാണ് അമേരിക്കയിൽ വിചാരണ ചെയ്ത് ജയിലിലാക്കിയത്. 1, ഒരു കനേഡിയൻ പത്രത്തിൽ സ്ഫോടനം ഓർഗനൈസ് ചെയ്തു. 2, ലഷ്കർ എ തൈബ എന്ന ഭീകര സംഘടനയ്ക്ക് പണം കൊടുത്ത് സഹായിച്ചു. 3, മുംബൈയിൽ സ്ഫോടനം നടത്തി, അതിൻ്റെ സൂത്രധാരനായിരുന്നു. ഈ 3 കുറ്റങ്ങളായിരുന്നു അമേരിക്കയിൽ. 2 കുറ്റങ്ങൾ അവർ ശരിവെച്ചിട്ടാണ് ഇയാളെ ജയിലിൽ വിട്ടത്. 1, പത്രസ്ഥാപനത്തിനെതിരെയുള്ള ഭീകരാക്രമണം. 2, ലഷ്കർ എ തൈബയ്ക്ക് കൊടുത്ത കാശ് ഫൈനാൻസ് ചെയ്തു എന്നുള്ള കുറ്റം. 3-മത്തെ
മുംബൈ ആക്രമണ കേസിൽ ഇയാളെ ശിക്ഷിക്കാൻ തക്ക തെളിവില്ല എന്നാണ് അമേരിക്കൻ കോടതികൾ വിധിച്ചത്. പക്ഷേ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെൻറ് അവിടെ ആർഗ്യൂ ചെയ്തിട്ടാണ് ഇയാളെ അവിടെ നിന്ന് എക്സ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ കോടതികൾ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ വന്ന തെളിവുകൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ വിധിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന തെളിവുകൾ നോക്കുമ്പോൾ അത് കുറേ വ്യത്യസ്തമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ശരി, ഇന്ത്യക്കാരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തഹാവൂർ റാണയെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ആദ്യം തന്നെ കപിൽ സിബൽ വാദിക്കും ഇത് ശരിയല്ല, അമേരിക്കൻ കോടതിയിൽ നമ്മൾ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഏർപ്പാടാണിത്. അവർ ഈ കേസ് പരിശോധിച്ചതാണ്. പിന്നെ ഇന്ത്യൻ കോടതി വീണ്ടും പരിശോധിക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? ഒരാളിനെ 2 തവണ വിചാരണ ചെയ്യാൻ പറ്റുമോ ഒരു കുറ്റത്തിന്? പറ്റില്ല. അഡീഷണൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അഡീഷണൽ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾ മരണപര്യന്തം ഓരോ കേസായിട്ട് ഇങ്ങനെ കൂടുതൽ തെളിവ് കിട്ടി ഇതെന്തൊരു പരാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കപിൽ സിബൽ പൊട്ടിത്തെറിച്ച് കൂടെ ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് നെഞ്ചത്തടിയും നിലവിളിയും ഒക്കെ ആയിട്ട് ഇത് കേൾക്കുന്ന ബെഞ്ച് ഭരണഘടനാ ബെഞ്ചായിരിക്കണം. കാരണം ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്. വിദേശത്ത് ഒരു കുറ്റത്തിന് വിചാരണ നേരിട്ട വ്യക്തി അയാളെ സ്വദേശത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും വിചാരണ ചെയ്യാമോ? അതും അതേ കുറ്റത്തിന് ചില എക്സ്ട്രാ തെളിവുകളുണ്ടെന്നുള്ള തൊടുന്യായം വെച്ചുകൊണ്ട്. നമ്പർ 2, ഈ മനുഷ്യൻ ഇന്ത്യൻ പൗരനല്ല, കനേഡിയൻ പൗരനാണ്. ഇനി അഥവാ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കാനഡയ്ക്ക് ഇതിന് അവകാശമുള്ളൂ, അല്ലാതെ ഇന്ത്യക്ക് അവകാശമില്ല. ആൾ കാനഡക്കാരനല്ലേ, കുറ്റം ഇന്ത്യയിൽ നടന്നു, അയാൾ ആരെയും കുത്തിക്കൊന്നിട്ടൊന്നുമില്ലല്ലോ, അയാൾ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡാണെന്നൊക്കെ അല്ലേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ പിന്നെ മാസ്റ്റർ മൈൻഡ് ആണോ ഇല്ലെന്നുള്ളത് കാനഡയിലെ കോടതികളാണ് തീരുമാനിക്കുന്നത്. ഇത് ഭരണഘടനാ പ്രശ്നമാണ്. ഉടൻ തന്നെ സുപ്രീം കോടതി അത് സമ്മതിച്ചിട്ട് അപ്പോൾ തന്നെ ഭരണഘടനാ ബെഞ്ച്, നമ്മുടെ ആരുടെയെങ്കിലും പ്രാണം പോകുമെന്ന് പറഞ്ഞാൽ ഭരണഘടനയും ഇല്ല, ബെഞ്ചും ഇല്ല, ഒന്നുമില്ല കേട്ടോ, ഒരു കിടക്കപ്പായ പോലും കിട്ടില്ല. ബട്ട് ഇവർക്കൊക്കെ ബെഞ്ച് പെട്ടെന്നുണ്ടാവും. പേരും ഞാൻ പറയാം: ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് KV വിശ്വനാഥൻ, ജസ്റ്റിസ് പർദിവാല, ജസ്റ്റിസ് സൂര്യകാന്ത്. 4 പേരുടെ പേര്. 5ാമത്തെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പം സ്പെക്കുലേഷനാണല്ലോ എൻ്റെ. അപ്പോൾ അതിലൊരാളുടെ പേര് പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ 5 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് ഇവർ പരിശോധിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ആരത് പറഞ്ഞു, ഓസ്കാർ വൈൽഡോ ആരോ പറഞ്ഞത് സുപ്രീം കോടതി ഇടയ്ക്ക് കോട്ട് ചെയ്തിരുന്നു. വിഖ്യാതമായ ലൈൻസാണ്: എവരി സിന്നർ ഹാസ് ഗോട്ട് എ ഫ്യൂച്ചർ, എവരി സെയിൻറ്റ് ഹാസ് ഗോട്ട് എ പാസ്റ്റ്. എല്ലാ സന്യാസിമാർക്കും ഒരു പൂർവ്വകാലമുണ്ട്, അത്ര നല്ലതല്ലാത്ത പൂർവ്വകാലം എന്നാണ് ധ്വനി. എല്ലാ കുറ്റവാളിക്കും ഒരു ഭാവിയുണ്ട്, അത് ശോഭനമായ ഭാവിയാണെന്നാണ് സൂചന. ആൾ കുറ്റവാളിയായിരുന്നു, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞില്ലേ, ശിക്ഷയൊക്കെ അനുഭവിച്ചു, അയാൾക്ക് ഇനിയൊരു ഫ്യൂച്ചറുണ്ട്. ഇത് ഒരു ബലാത്സംഗ കേസിൽ ആണ് സുപ്രീം കോടതി ഈ വാചകം ഉപയോഗിച്ചതെന്നാണ്. അയാളെ വെറുതെ വിടാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാചകമാണ്. എനിവേ ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോൾ അത് ഇവിടെയും ഉപയോഗിക്കും. ഈ തഹാവൂർ റാണ എന്ന് പറയുന്ന മനുഷ്യൻ 2008 ചെയ്ത കുറ്റത്തിന് 2011 മുതൽ 2024 വരെ അവിടെ അമേരിക്കയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇപ്പം നിങ്ങളെന്തോ വലിയ കൊടും ഭീകരൻ എന്നുള്ള മറ്റുള്ള സ്പെഷ്യൽ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഒളിച്ച് താമസിപ്പിച്ച് മജിസ്ട്രേറ്റ് മുമ്പിലൊക്കെ ഇതെന്തടാ ഇത്? അയാളൊരു മനുഷ്യനില്ലേ, അയാൾക്കൊരു ഭാവിയില്ലേ? ദെയർഫോർ ഞങ്ങളൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇങ്ങേർക്ക് ജാമ്യം കൊടുക്കാം. കേന്ദ്ര സർക്കാർ നെഞ്ചത്തെറിക്കും, ജാമ്യം കൊടുക്കരുത്, അവൻ സ്ഥലം വിട്ടുകളയും. സ്ഥലം വിടാതിരിക്കുക, പാസ്പോർട്ട് പിടിച്ച് വെച്ചാൽ വേണ്ട. പാസ്പോർട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ പറ, പിന്നെ അയാളെങ്ങനെ പുറത്ത് പോകുന്നു? അതൊരു ബുദ്ധിയാണ്. പാസ്പോർട്ട് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. ഇപ്പം പറയുന്ന കേട്ടതൊന്നും ഇവരൊക്കെ പാസ്പോർട്ട് വെച്ചുകൊണ്ടാണ് പുറത്ത് കിടക്കുകയെന്ന് വരികയും ചെയ്ത്. പാസ്പോർട്ട് ഇതൊക്കെ 10-15 എണ്ണം അവരുടെ കയ്യിലിരിക്കുകയല്ലേ. ഇതൊക്കെ സുപ്രീം കോടതിക്കും അറിയാം. പക്ഷേ നിയമദൃഷ്ടിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പാസ്പോർട്ടില്ല, അത് ഒരാൾ പുറത്ത് പോകുമോ? ഇല്ല. പിന്നെ അയാൾ വേറൊരു പാസ്പോർട്ടിൽ പുറത്ത് അപ്പോൾ ഡ്യുവൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കും കേട്ടോ എന്ന് പറഞ്ഞൊരു ഒറ്റ വരട്ട് കഴിഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് വാങ്ങിച്ചു വയ്ക്കും. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണമെന്ന് കപിൽ സിബൽ വാദിക്കും. അഭിഷേക് മനു സിംഗ് പറയും. അതായത് യുണൈറ്റഡ് നേഷൻസ് 1973 ഒരു കൺവെൻഷനിൽ
സെക്ഷൻ 7(1)(b)(z) ഇതിൽ പറയുന്നുണ്ട്, അന്താരാഷ്ട്ര കുറ്റവാളികളിലെ സെക്യൂരിറ്റി ഉറപ്പിക്കാനുള്ള ബാധ്യത അവരെ ഏത് രാജ്യമാണോ വിചാരണ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെതാണ് എന്ന് കൺവെൻഷനുണ്ട്. ആ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പിട്ടിട്ടുമുണ്ട്. ആ കൺവെൻഷൻ നമ്മൾ പാലിക്കണ്ടേ? യുണൈറ്റഡ് നേഷൻസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതല്ലേ? 137 രാജ്യങ്ങൾ ഇതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്തവരുണ്ട്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുറേ രാജ്യങ്ങളുടെ പേരുമൊക്കെ പറഞ്ഞു സംഗതി ഗുലാനായിരിക്കും. അപ്പോൾ ഇയാൾക്ക് സെക്യൂരിറ്റി കൊടുക്കണം. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയും, സാർ ഞങ്ങൾ തിഹാർ ജയിലിലെ ഹൈ സെക്യൂരിറ്റിയിൽ ഇയാളെ പാർപ്പിക്കാം. പറ്റില്ല. ജാമ്യം കൊടുക്കുന്ന ആളിനെ ജയിലിൽ താമസിപ്പിക്കാൻ പറ്റുമോ? സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് വീണ്ടും അയാളെ ജയിലിൽ വിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ITDCയുടെ ഹോട്ടലുകൾ എത്രയുണ്ട് ഡൽഹിയിൽ? അതിപ്പോൾ അശോക ഹോട്ടൽ, ഇത് അശോക ഹോട്ടൽ, ഇറ്റ്സ് എ ഗുഡ് ഹോട്ടൽ. ഐ ഹാവ് സ്റ്റേഡ് ദർ. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. 5 സ്റ്റാർ കാറ്റഗറിയാണ്. എല്ലാ സെക്യൂരിറ്റിയൊക്കെ കൊടുക്കാൻ പറയും. അതുകൊണ്ട് അശോക ഹോട്ടലിൻ്റെ 3rd ഫ്ലോർ കംപ്ലീറ്റ് ഒഴിപ്പിച്ച് ബാക്കി കൊമേഴ്ഷ്യൽ ഓപ്പറേഷനൊന്നും പാടില്ല. തഹാവൂർ റാണയ്ക്ക് താമസിക്കാനായിട്ട് 3rd ഫ്ലോർ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കണം. ആ 3rd ഫ്ലോറിലേക്ക് പുറത്തുനിന്ന് ആരും കയറി വരാതിരിക്കാനായിട്ട് അവിടുത്തെ സ്റ്റെയർ കേസിൽ ഗ്രില്ലിടണം. അയ്യോ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫയർ എക്സിറ്റ് പോലും അടഞ്ഞു പോകും സാർ. യു മേക്ക് അനദർ ഫയർ എക്സിറ്റ്. സി, ഡോണ്ട് കം ടു അസ് വിത്ത് സം സിലി തിങ്സ്. ഫയർ എക്സിറ്റ് നോൺസെൻസ്. കഴിയും. ഇത് കൂടാതെ ഒരു ബറ്റാലിയൻ ഡൽഹി പോലീസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ പോലീസ് ഓഫീസർ ഹു ഈസ് ലെസ് ദാൻ ദ റാങ്ക് ഓഫ് DGP, അയാളുടെ മേൽനോട്ടത്തിൽ ഒരു ബറ്റാലിയൻ പോലീസും അവിടെ ക്യാമ്പ് ചെയ്യണം. എന്തിന്? തഹാവൂർ റാണ ചാടിപ്പോകുമെന്ന് പേടിച്ചിട്ടല്ല, തഹാവൂർ റാണയെ വേറെ ആരെങ്കിലും വന്ന് ഉപദ്രവിക്കുമോ എന്ന് ഭയന്നിട്ട് ഈ പോലീസുകാർ. പണ്ട് ഈ തമാശയ്ക്ക് ടോംസിൻ്റെ കാർട്ടൂണിൽ എഴുതിയിരുന്നു, ഈ മന്ത്രിയുടെ പിന്നാലെ പോലീസ് വാഹനം എന്തിനാ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഉപ്പായി മാപ്പിള മറുപടി പറയുന്നുണ്ട്, പോലീസ് വാഹനം പിന്നാലെ പോയില്ലെങ്കിൽ മന്ത്രി ഈ കാറുമായിട്ട് കടന്നു കളയും, അതുകൊണ്ടാണ് പോലീസ് പിന്നാലെ വെച്ച് പിടിക്കുന്നത്. നമ്മുടെയൊക്കെ വിചാരം പോലീസ് ഇയാളെ സംരക്ഷിക്കാൻ, അങ്ങനെയല്ല. ഇയാൾ ഈ കാറുമായിട്ട് കടക്കുമല്ലോ എന്നുള്ള വെപ്രാളത്തിലാണ് പോലീസുകാർ ഇതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നത്. ഇതാണ് സത്യം. എന്ന് പറയുന്ന പോലെ തഹാവൂർ റാണ ജയിലിൽ ചാടുമെന്ന് പേടിച്ചിട്ടല്ല, തഹാവൂർ റാണയെ മറ്റാരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബറ്റാലിയൻ പോലീസ്. ഇങ്ങനെയൊക്കെ അപഹാസ്യമായിട്ടായിരിക്കും ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോടതി ആയിരിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചു എന്തൊക്കെയാണ് ഈ ഭീകരൻ. ഇപ്പോൾ 2 IS ഭീകരന്മാരെ ഹൈക്കോടതി ജാമ്യം കൊടുത്തു വിട്ടില്ലേ, പുല്ല് പോലെ. അവർ പൊക്കോട്ടെ. ഇതിന് ന്യായമുണ്ടെന്ന് നമ്മുടെ BR കൃഷ്ണയ്യർ ന്യായം എഴുതി വെച്ചിട്ടുണ്ട്. ജയിൽ ഈസ് എക്സെപ്ഷൻ, ബെയിൽ ഈസ് റൈറ്റ്. അതിന് അർണേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒരു കേസും ഒക്കെ ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ പേരെനിക്ക് അർണേഷ് കുമാർ എന്നുള്ളത് കാണാൻ പാടുമായി. നിങ്ങൾ അർണേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയോ അതോ സംതിങ് കേസ് ഇത് നോക്കിയാൽ മതി, ജാമ്യം കൊടുക്കാം. ഇതിൻ്റെ അടിത്തറയിട്ടത് നമ്മുടെ കൃഷ്ണയ്യർ സ്വാമിയാണ്. പണ്ട് കൃഷ്ണയ്യർ സ്വാമിയാണ് ആദ്യം എഴുതിയത്. ജയിൽ ഈസ് എക്സെപ്ഷൻ, ബെയിൽ ഈസ് റൈറ്റ് എന്നെഴുതിയത് അദ്ദേഹമാണ്. ഇപ്പോൾ അതെന്തോ വേദവാക്യമായിട്ട് മാറി. അതിൻ്റെ കൂടെയുള്ള വേദവാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എവരി സെയിൻറ്റ് ഹാസ് ഗോട്ട് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് ഗോട്ട് എ ഫ്യൂച്ചർ. അങ്ങനെ അമേരിക്കയിൽ കപ്പയും കഞ്ഞിയും വേണ്ടി കഴിഞ്ഞുകൊണ്ടിരുന്ന തഹാവൂർ റാണ ഇവിടെ വന്ന് അശോക ഹോട്ടലിൽ സുഖവാസമനുഷ്ഠിക്കും. ബാക്കി നിങ്ങൾക്ക് വഴിയെ കാണാം. നിങ്ങളുടെ ശുഭചിന്തകളെ ഡിസ്റ്റർബ് ചെയ്തതിന് ഞാൻ ഒരിക്കൽ കൂടെ മാപ്പ് പറയുന്നു. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിയുടെ പെരുമാറ്റം കണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ ഇത് സുപ്രീം കോടതിയിൽ ഏത് വഴിക്ക് പോകും, അവിടെ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് എൻ്റെ ഉള്ളിലങ്ങ് തെളിയും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുമല്ലോ, വാസ്തവത്തിൽ എൻ്റെ ഇൻറ്റ്യൂഷൻ തെറ്റായിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ പരിഹാസത്തിൽ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളു പറയുന്നു, ഇല്ല, ഇയാളെയൊക്കെ രക്ഷപ്പെടുത്തും ആരെങ്കിലുമൊക്കെ കൂടി. ഈ പറഞ്ഞ ടീമിൻ്റെയൊക്കെ പെർഫോമൻസ് നമ്മളെപ്പോഴും കാണുന്നതല്ലേ. ഓൾ ദീസ് അഡ്വക്കേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ്, their writ runs even in Supreme Court. ആൻഡ് സുപ്രീം കോർട്ട് ഒരു മാജിക്കൽ സ്പെല്ലിൽ എന്ന പോലെ ഇവർ പറയുന്നതിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും
അതനുസരിച്ച് ജഡ്ജ്മെൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. വൺ മോർ തിങ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കൊറോണയുടെ സമയം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിറഞ്ഞിരിക്കുന്നു, ബെഡൊന്നുമില്ല. സിദ്ദിഖ് കാപ്പൻ മലയാളിയാണല്ലോ, പത്രപ്രവർത്തകൻ. ഏത് പത്രപ്രവർത്തനം? സൂപ്പർ തീവ്രവാദി, ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ്. ബട്ട് അതുകൊണ്ട് തന്നെ KUWJ, പിണറായി വിജയൻ ഇവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവൻ സിദ്ദിഖ് കാപ്പൻ. സിദ്ദിഖ് കാപ്പനെ ഉത്തർപ്രദേശിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയും. സുഖമില്ല. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, വേറെ ഏത് ആശുപത്രി വേണമെങ്കിൽ കൊണ്ടുപോകാം, എയിംസിൽ സ്ഥലമില്ല, പറ്റില്ല. എയിംസിലെ ഒരു രോഗിയെ പുറത്താക്കിയിട്ട് സിദ്ദിഖ് കാപ്പനെ അവിടെ കിടത്തണമെന്ന് പറഞ്ഞു. എയിംസിൻ്റെ ഡയറക്ടറെ വിളിച്ചു വരുത്തി. ഡയറക്ടർ അക്ഷോഭ്യനായിട്ട് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഏത് രോഗിയാണ് പുറത്താക്കേണ്ടതെന്നും കൂടെ കോടതി പറഞ്ഞു തരണം. എനിക്ക് അസുഖം വന്നവരെല്ലാം ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരേപോലെയാണ്. ഒരാളെ ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞിട്ട് വേറൊരാളെ അവിടെ കിടത്താൻ എനിക്ക് പ്രയാസമുണ്ട്. സുപ്രീം കോടതി എഴുതി തരിക, ഇന്ന ആളെ TG മോഹൻദാസിനെ പുറത്താക്കിയിട്ട് സിദ്ദിഖ് കാപ്പനെ അവിടെ കിടത്തുക. അതോടെ TG മോഹൻദാസിൻ്റെ പ്രാണം പൊക്കോളും. ബട്ട് സിദ്ദിഖ് കാപ്പനാണ് സുപ്രീം കോടതിക്ക് പ്രിയപ്പെട്ടവൻ. ആൻഡ് സുപ്രീം കോടതി ഡിഡ് ദാറ്റ്. അവർ പേരെഴുതി കൊടുത്തില്ല, അവർ ഫയർ ചെയ്തു ഡയറക്ടറെ. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. ഡയറക്ടർ ഹെൽപ്ലെസ്സായി ഏതോ ഒരു പാവത്തെ എയിംസിൽ നിന്ന് പുറത്താക്കി ഇയാളെ അവിടെ കിടത്തി. 2 ദിവസം മറ്റോ കിടന്നു, പിന്നെ തിരിച്ചുപോയി. എന്തൊക്കെയോ നാടകങ്ങൾ സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തതാണ് നമ്മുടെ സുപ്രീം കോടതിക്ക്. തീവ്രവാദികൾ വളരെ പ്രിയപ്പെട്ടവരാണ്. അത് അവർക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഈ കോടതി മുറിയിൽ സൃഷ്ടിക്കുന്ന അന്തരീക്ഷമുണ്ട്. ഇവരെല്ലാം കൂടെ, ഈ വക്കീലന്മാരെല്ലാം കൂടെ ഉള്ള ബഹളം, പുറത്ത് ഇമാംസ് കൗൺസിൽ, മറ്റേ കൗൺസിൽ, മറിച്ച കൗൺസിൽ, നമ്മുടെ OICയുടെ തീ പാറുന്ന പ്രസംഗം, തേങ്ങാക്കൊലയൊക്കെ വന്നു കഴിയുമ്പോൾ സുപ്രീം കോടതി അങ്ങ് കീഴടങ്ങിക്കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ജഡ്ജ്മെൻറ്റ് കാണുമ്പോൾ, പല കമൻറ്റും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അതിൻ്റെ പുറത്താണ് ഇതായിരിക്കും സംഭവിക്കുക എന്ന് എൻ്റെ തലച്ചോറ് എന്നോട് പറഞ്ഞത്. ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.